ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് പഠിക്കാനായിട്ട് രണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ ഇട്ടുതരാം. ഒന്ന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ വീക്കിലി, അതായത് RSI മന്ത്ലി സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. വീക്കിലി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഏകദേശം 50 കട്ട് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാൻഡിൽ. അപ്പോൾ ഈ 100 മൂവിങ് ആവറേജ് ആയിട്ടുള്ള 76 റേഞ്ചൊക്കെ ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം. ഇനിയിപ്പോൾ അത് സപ്പോർട്ടായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് ഏകദേശം ഒരു 65 ലെവലിൽ ഇത് കണ്ടിന്യൂസ് കാണുന്നത്. ഇത് നിങ്ങൾ ഒരു ലോങ് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു 65 വരുമ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാവണ ഒരു ഇതൊക്കെ കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതൊരു ഫ്യൂച്ചറിലേക്ക് അത്യാവശ്യം നമുക്കൊരു 10-30% റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ആ ഒരു സെക്ടർ അങ്ങനെയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഗ്ലോബൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ചെറിയൊരു പി റേഷ്യോ ആണ്. മാർക്കറ്റ് ക്യാപ്പ് ഒരു 400 കോടി രൂപ ആ റേഞ്ചിലുണ്ട്. ROE ഒക്കെ അട്രാക്റ്റീവ് ആണ്. പിന്നെ മറ്റുള്ള ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പിയോട്രോസ്കി പെഗ് റേഷ്യോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇൻവെസ്റ്റിങ്ങിന്റെ ഒരു ഏരിയയിൽ പെടുന്ന ഒരു ഭാഗങ്ങളാണെന്ന് മനസ്സിലാകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് 2013 നോക്കുകയാണെങ്കിൽ അത് കൂടി സെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നതും EPSലുള്ള ROE കണ്ടിന്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാലും കടം ഇല്ല, അവരുടെ റിസർവ് സർപ്ലസ് ഒക്കെ കൂടി വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് 70% മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പരിഗണിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കുക. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, അത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. അഡ്വൈസർമാരുടെ സഹായത്തോടൊക്കെ നിങ്ങൾ പഠിച്ച് ചെയ്യുക. ചാർട്ടുകളൊക്കെ ഷെയർ ചെയ്യണമെന്ന് മാത്രം. ചാർട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പാറ്റേൺസ് മനസ്സിലാക്കാനാണ് ഓരോന്ന് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ താഴെ എവിടെ ചെയ്യണം, ഇതാണ് ബെസ്റ്റ് പ്രൈസ്, എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നൊക്കെ നിങ്ങളത് സഹായിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോ കൂടിയാണത്, സ്റ്റീൽ സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴെ അധികം 190 വരെയാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ആ ഒരു ചാനലിൽ ആ ഒരു പ്രൈസ് ആക്ഷനിൽ കിടന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വീക്കിലി മന്ത്ലി ഒക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് RSI ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് അതങ്ങനെ ഒരു നമുക്ക് ഇതേപോലെ തന്നെ ഒരു 10-30% നമുക്ക് റിട്ടേൺ തരാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്നൊക്കെ അഡ്വൈസ് എടുത്തിട്ട്, അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിൽ ചെന്നപ്പെടരുത്. 3000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഫണ്ടമെന്റൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുണ്ട് നോക്കുക, സർപ്ലസ് കൂടി വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ബാലൻസ് ഷീറ്റ് നോക്കുക, കടം കുറയ്ക്കുകയാണോ ചെയ്യുന്നത്, കൂട്ടാണോ ചെയ്യുന്നത്, അങ്ങനത്തെ ക്യാഷ് ഫ്ലോ എങ്ങനെയുണ്ട് നോക്കുക. ഓപ്പറേറ്റിംഗ് അതൊക്കെ കൂടുതലാണ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് കൂടുതലാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് എന്താണ് നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇൻഡെക്സ് ഏകദേശം ഇപ്പോൾ ഒന്ന് പൊന്തി അതിനുശേഷം കുറച്ച് താന്നു. ഇനിയിപ്പോൾ എത്ര താന്നാൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക ആദ്യം തന്നെ. പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് നിങ്ങൾ ഇങ്ങനത്തെ ചാർട്ടുകൾ പാറ്റേൺസ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും. വളരെ താഴ്ന്നു എടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും സാധ്യതകളാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ളത്, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ. പിന്നെ കണ്ടിന്യൂസ് നമ്മൾ ഫോളോ ചെയ്യുക ആ ഒരു സ്റ്റോക്കിനെ. അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം പഠിച്ച് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ ടെക്നിക്കൊക്കെ പിടികിട്ടും. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.